ആനകൾ ഇടയുന്ന സംഭവങ്ങൾ വർദ്ധിക്കുമ്പോഴാണ് പാപ്പാന്റെ ജീവനെടുത്ത ആനയ്ക്കും അതേ ദിവസം ജീവൻ നഷ്ടമായ ആ ദിനം ഓർക്കുന്നത്. തിരുമല നീലകണ്ഠൻ എന്ന ആനയ്ക്കും അവന്റെ സുമേഷിനുമായിരുന്നു അന്ന് ജീവൻ നഷ്ടമായത്. 2008 സംഭവങ്ങളുടെ തുടക്കം. ചക്കുമരശ്ശേരി ഉത്സവം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു നീലകണ്ഠനും അവന്റെ പാപ്പാന്മാരും. വഴിയടിച്ചു പോകുന്നതിനിടെ പറവൂർ കണ്ണംകുളങ്ങര ക്ഷേത്രത്തിന് സമീപം വെച്ച് നീലകണ്ഠൻ ഇടഞ്ഞു. ഒന്നാം പാപ്പാനായ തമ്പിയെ അടിച്ചു വീഴ്ത്തുകയും പുറത്തിരുന്ന രണ്ടാം പാപ്പാനായിരുന്ന സുമേഷിനെ കുടഞ്ഞു വീഴ്ത്തി കുത്തി കൊലപ്പെടുത്തുകയും ചെയ്തു. പൂർണ്ണമായും കൈവിട്ടു നിന്ന നീലകണ്ഠൻ ഒരു ബസും തകർത്തു. തളയ്ക്കാനൊടുവിൽ മയക്കുവെടി വെക്കേണ്ടി വന്നു. മറ്റൊരു സ്ഥലത്തേക്കും മാറ്റാൻ കഴിയാതിരുന്ന ആനയെ അമ്പലപ്പറമ്പിൽ തളച്ചു, അതും കഠിനമായ വെയിലിൽ. മയക്കുവെടിയോടൊപ്പം ചൂടും കൂടിയായതോടെ ആന ഇടയ്ക്കിടെ തളർന്നു വീണു. പിന്നീട് അടുത്ത പറമ്പിലേക്ക് ആനയെ മാറ്റിയെങ്കിലും കുറച്ചു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ആന ചരിഞ്ഞു. ബീഹാറിൽ നിന്നും കേരളത്തിലെത്തിയതാണ് നീലകണ്ഠൻ. നാഗേരിമല നീലകണ്ഠൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഈ ആനയെ 1991 അന്നത്തെ തിരുമല ദേവസ്വം മേൽശാന്തി സ്വന്തമാക്കുന്നത്. അതോടെ ഇവന് തിരുമല നീലകണ്ഠൻ എന്ന പേരും ലഭിച്ചു.